കള്ളവോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവർ ജാഗ്രത. പോലീസ് നിങ്ങളുടെ കോളറിൽ പിടിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. 58,138 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത്. കൂടാതെ 11,781 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്വാതന്ത്ര്യവും നീതിപൂർവവും ഭയരഹിതവുമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനായി പോലീസ് സേനയെ വിന്യസിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരള പോലീസിൽ നിന്ന് മാത്രം 58,138 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. ഇവരിൽ 3,500 പേർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. 240 ഡിവൈഎസ്പിമാർ, 677 ഇൻസ്പെക്ടർമാർ, 3,273 SI, ASIമാർ എന്നിവരും അടങ്ങിയതാണ് കേരള പോലീസിന്റെ സംഘം. കൂടാതെ CISF, CRPF, BSF എന്നിവയിൽ നിന്ന് 55 കമ്പനി ജവാന്മാരും, തമിഴ്നാട്ടിൽ നിന്ന് 2000 പോലീസ് ഉദ്യോഗസ്ഥരും, കർണാടകത്തിൽ നിന്ന് 1000 പോലീസ് ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരളത്തിലെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിന് കേരള പോലീസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്ത് 11,781 സ്പെഷ്യൽ ഓഫീസർമാരെയും നിയോഗിച്ചു. വിരമിച്ച സൈനികർ, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെയും NCC, നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരെയുമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയോഗിച്ചത്. ഇവർക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. ഏത് അനിഷ്ട സംഭവങ്ങളും നേരിടുന്നതിന് സംസ്ഥാനത്ത് 1,527 ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘങ്ങളെയും നിയോഗിച്ചു. ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വീതം 957 പെട്രോൾ സംഘങ്ങൾ വേറെയും ഉണ്ടാകും. ഈ സംഘങ്ങൾ ഞായറാഴ്ച വൈകിട്ട് തന്നെ പ്രവർത്തനക്ഷമമായി. പോലീസ് സ്റ്റേഷൻ, ഇലക്ഷൻ സബ് ഡിവിഷൻ, ജില്ലാ തലങ്ങളിൽ സ്ട്രൈക്കിംഗ് സംഘങ്ങളെയും നിയോഗിച്ചു. റേഞ്ച് IGമാർ, സോണൽ ADGPമാർ, സംസ്ഥാന പോലീസ് മേധാവി എന്നിവരുടെ നിയന്ത്രണത്തിൽ യഥാക്രമം 8 കമ്പനി, 4 കമ്പനി, 13 കമ്പനി സ്ട്രൈക്കിംഗ് സംഘങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അനധികൃതമായി പണം കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതും തടയുന്നതിനായി 402 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 412 സ്റ്റാറ്റിക് സർവേലൻസ് സംഘങ്ങളും രംഗത്തുണ്ട്. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ സഹായത്തോടെ കണ്ടെത്തിയ പ്രശ്ന സാധ്യതയുള്ള 272 സ്ഥലങ്ങളിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 സ്ഥലങ്ങളിലും 245 ബൂത്തുകളിലും കേന്ദ്ര സായുധ പോലീസ് സംഘത്തെ വിന്യസിച്ചു. പട്ടികവർഗ വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് തടസ്സമില്ലാതെ ബൂത്തുകളിലെത്താനും സമ്മതിദാനാവകാശം വിനിയോഗിക്കാനും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഈ മേഖലകളിൽ മുഴുവൻ സമയവും അതീവ ജാഗ്രത പുലർത്തുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്ന സാധ്യതയുള്ള 3,567 ബൂത്തുകളിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള 68 ബൂത്തുകളിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനായി അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ അന്വേഷിക്കുന്നതിനായി 210 സബ് ഡിവിഷണൽ അന്വേഷണ സംഘങ്ങൾക്ക് രൂപം നൽകി. 4,500 ചെറിയ വാഹനങ്ങൾ, 500 ബസ്സുകൾ, 40 ബോട്ടുകൾ, 2000 ഇരുചക്ര വാഹനങ്ങൾ എന്നിവ പോലീസ് സുരക്ഷയുടെ ഭാഗമായി ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 88 സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന 149 കേന്ദ്രങ്ങളിലും 52 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളവോട്ടുകൾ യഥേഷ്ടം നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആറ്റിങ്ങലിൽ മാത്രം 1 ലക്ഷത്തിലേറെ പേർക്ക് ഒന്നിലേറെ വോട്ടർ കാർഡ് ഉണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി ആരോപണം ഉന്നയിച്ചെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇതേ രീതിയിൽ സമാനമായ ആരോപണം ഉയർന്നു. പോലീസ് എന്തൊക്കെ മുൻകരുതൽ എടുത്താലും കള്ളവോട്ട് പൂർണ്ണമായും തടയാനാവില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പോലും കരുതുന്നത്. ഏതായാലും കള്ളവോട്ട് കണ്ടുപിടിക്കപ്പെട്ടാൽ പോലീസിന്റെ കൈക്കരുത്ത് അറിയേണ്ടി വരുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.